Next topic, transformer on load. Transformer means a real transformer or actual transformer on load with winding resistance and leakage flux. Real transformer or actual transformer on load. Unless stated otherwise, വെറുതെ ട്രാൻസ്ഫോർമർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് അണ്ടർസ്റ്റുഡ് ആസ് എ റിയൽ ട്രാൻസ്ഫോർമർ. ഐഡിയൽ ട്രാൻസ്ഫോർമർ ആണെങ്കിൽ ഐഡിയൽ എന്നവിടെ പ്രത്യേകം പറയണം. പ്രത്യേകിച്ചൊന്നും മെൻഷൻ ചെയ്തിട്ടില്ലെങ്കിൽ ഇറ്റ് ഈസ് എ പ്രാക്ടിക്കൽ ട്രാൻസ്ഫോർമർ ഓർ റിയൽ ട്രാൻസ്ഫോർമർ ഓർ ആക്ച്വൽ ട്രാൻസ്ഫോർമർ. What are the properties of real transformer or actual transformer? It has resistance, therefore there will be copper loss. It has core losses, that means that transformer has hysteresis loss and eddy current loss. Leakage flux and leakage reactance is there. അതായത് പ്രൈമറിയിൽ ഉണ്ടാകുന്ന ഫ്ലക്സ് മുഴുവൻ വന്ന് സെക്കൻഡറിനെ കട്ട് ചെയ്യുന്നില്ല. എ പോർഷൻ ഓഫ് ദ ഫ്ലക്സ് പ്രൊഡ്യൂസ്ഡ് ബൈ പ്രൈമറി വിൽ കട്ട് ദ സെക്കൻഡറി. കാരണം എന്താ, ലീക്കേജ് ഉണ്ട്, ഫ്ലക്സിൽ ലീക്കേജ് ഉണ്ട്. അപ്പോൾ ഫ്ലക്സ് ലീക്കേജ് ഉണ്ട്, കോർ ലോസ് ഉണ്ട്, കോപ്പർ ലോസ് ഉണ്ട്. സോ ദ എഫിഷ്യൻസി ഓഫ് ആൻ ആക്ച്വൽ ട്രാൻസ്ഫോർമർ വിൽ നോട്ട് ബി 100%. അപ്പോൾ ഇതാണ് ശരിക്കുള്ള ട്രാൻസ്ഫോർമർ. അപ്പോൾ അതിൻ്റെ ലോഡിങ് കണ്ടീഷനാണ് പറയാൻ പോകുന്നത്. അതിനെന്തുണ്ട്, റെസിസ്റ്റൻസ് ഉണ്ട്, ലീക്കേജ് ഫ്ലക്സ് ഉണ്ട് എന്ന് പറഞ്ഞാൽ തന്നെ ട്രാൻസ്ഫോർമർ റിയൽ ആണെന്ന് അർത്ഥട്ടോ. ട്രാൻസ്ഫോർമർ ഓൺ ലോഡ് വിത്ത് വൈൻഡിങ് റെസിസ്റ്റൻസ് ആൻഡ് ലീക്കേജ് ഫ്ലക്സ് എന്ന് പറഞ്ഞാൽ അത് ആക്ച്വൽ ട്രാൻസ്ഫോർമർ ആണ്. അപ്പോൾ അത് വെറുതെ ഇനി വീണ്ടും ആക്ച്വൽ ട്രാൻസ്ഫോർമർ ഓൺ ലോഡ് വിത്ത് വൈൻഡിങ് റെസിസ്റ്റൻസ് ആൻഡ് ലീക്കേജ് ഫ്ലക്സ് എന്ന് എഴുതേണ്ട കാര്യമില്ല. റെസിസ്റ്റൻസും ലീക്കേജ് ഫ്ലക്സും ഒക്കെ ഉള്ള ട്രാൻസ്ഫോർമറാണ് ആക്ച്വൽ ട്രാൻസ്ഫോർമർ ഓർ റിയൽ ട്രാൻസ്ഫോർമർ. ശ്രദ്ധിക്കാം, ഇതിൽ ഏറ്റവും ആദ്യം റിയൽ ട്രാൻസ്ഫോർമർ ഓൺ നോ ലോഡ് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ക്ലാസ്സിൽ എടുത്തിട്ടുള്ളതാണ്. അപ്പോൾ അതൊന്ന് ആദ്യം ഒന്നുകൂടി റിവൈൻഡ് ചെയ്തിട്ട് നമുക്ക് ഈ ലോഡിങ് കണ്ടീഷനിലേക്ക് കിടക്കാം, നല്ല കാര്യങ്ങൾ മനസ്സിലാവുള്ളൂ. ശ്രദ്ധിക്കാം. അപ്പോൾ ആക്ച്വൽ ട്രാൻസ്ഫോർമർ ആകുമ്പോൾ പ്രൈമറി വൈൻഡിങ് റെസിസ്റ്റൻസ് R1, പ്രൈമറി വൈൻഡിങ് റിയാക്റ്റൻസ് ലീക്കേജ് റിയാക്റ്റൻസ് X1, സെക്കൻഡറി വൈൻഡിങ് റെസിസ്റ്റൻസ് R2, സെക്കൻഡറി വൈൻഡിങ്ങിൻ്റെ റിയാക്റ്റൻസ് X2. റിയാക്റ്റൻസ് എന്താണെന്ന് വെച്ചാൽ ഇൻഡക്റ്റീവ് റിയാക്റ്റൻസ് ഞാൻ നിങ്ങളോട് പറഞ്ഞു. ഇറ്റ് ഈസ് ദ പ്രോപ്പർട്ടി ഓഫ് എ ഇൻഡക്റ്റൻസ് എന്താ, ഇറ്റ് ഈസ് ദ പ്രോപ്പർട്ടി ഓഫ് എ കോയിൽ ടു പ്രൊഡ്യൂസ് എ കൗണ്ടർ EMF ഓർ ബാക്ക് EMF വെൻ AC ഈസ് അപ്ലൈഡ്. ഈ ഇൻഡക്റ്റീവ് കോയിലുകൾ പ്രൊഡ്യൂസ് ചെയ്യുന്ന കറണ്ടിനെതിരായിട്ടുള്ള ഓപ്പോസിഷനെയാണ് ഇൻഡക്റ്റീവ് റിയാക്റ്റൻസ് X അല്ലെങ്കിൽ XL എന്ന് പറയുന്നത്. മനസ്സിലാവുണ്ടോ? X അല്ലെങ്കിൽ XL എന്ന് പറയുന്നത് ഇൻഡക്റ്റീവ് റിയാക്റ്റൻസ്. ഇറ്റ് ഈസ് ദ ഒപ്പോസിഷൻ ഓഫേർഡ് ബൈ ആൻ ഇൻഡക്ടർ. ഇറ്റ് ഈസ് ദ ഒപ്പോസിഷൻ ഓഫേർഡ് ബൈ ആൻ ഇൻഡക്ടർ. അതാണ് ഏത്, ഇൻഡക്റ്റീവ് റിയാക്റ്റൻസ് X. അപ്പോൾ R1 X1 ആണ് പ്രൈമറി റെസിസ്റ്റൻസ് ആൻഡ് പ്രൈമറി റിയാക്റ്റൻസ്. സെക്കൻഡറി റെസിസ്റ്റൻസ് R2, സെക്കൻഡറി റിയാക്റ്റൻസ് X2. ആദ്യം ലോഡില്ലാത്ത കണ്ടീഷൻ, ZL മീൻസ് ലോഡ് ഇമ്പിഡൻസ്. ZL മീൻസ് ലോഡ് ഇമ്പിഡൻസ് ഇല്ലാത്ത കണ്ടീഷനൊന്നും ഞാൻ ജസ്റ്റ് ഒന്ന് പഴയതൊന്ന് പറയാം. അതായത് ഇപ്പം ഞാൻ നോ ലോഡ് കണ്ടീഷനായിട്ടോ ആദ്യം പറയുന്നത്, നമ്മൾ പഠിപ്പിച്ചിട്ടുള്ളതാണ്, ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുള്ളതാണ്. ട്രാൻസ്ഫോർമർ ഓൺ ലോഡിങ് കണ്ടീഷൻ ആക്ച്വൽ ട്രാൻസ്ഫോർമറാണ് പറയണേ. അതായത് പ്രൈമറി വൈൻഡിങ്, സെക്കൻഡറി വൈൻഡിങ്, R1 X1 primary winding resistance and reactance, R2 X2 secondary winding resistance and reactance. When we give voltage to the primary winding of the transformer, a no load current I0, a primary current will flow through the transformer. ഓക്കെ, ആ പ്രൈമറി കൂടെ ഒരു കറണ്ട് ഫ്ലോ ചെയ്യും, I0. ആ I0ക്ക് രണ്ട് കമ്പോണൻ്റ് ഉണ്ട്, IM ആൻഡ് IW. I0ൻ്റെ രണ്ട് കമ്പോണൻ്റ് ഉണ്ട്, IM ആൻഡ് IW. ഇപ്പം നോ ലോഡ് കണ്ടീഷനാണ് പറയുന്നത് കേട്ടോ, സെക്കൻഡറി ലോഡ് ഇല്ലാത്ത അവസ്ഥ. എന്നിട്ട് ലോഡിലേക്ക് കടന്നാലേ മനസ്സിലാവുള്ളൂ. ആ IMന് രണ്ട് കമ്പോണൻ്റ് ഉണ്ട്, I0 ആൻഡ് IW. I0ക്ക് രണ്ട് കമ്പോണൻ്റ് ഉണ്ട്, IM ആൻഡ് IW. IM ഈസ് ദ മാഗ്നറ്റൈസിങ് കമ്പോണൻ്റ് വിച്ച് ഈസ് യൂസ്ഡ് ടു പ്രൊഡ്യൂസ് ദ ഫ്ലക്സ് ഇൻ ദ കോർ. IM is the magnetizing component which is used to produce the flux in the core. IW is the working component which is used to feed the iron loss and copper loss of the core. IW is the working component which is used to feed the copper loss and iron loss of the core. Copper loss എന്ന് പറഞ്ഞാൽ it is negligibly small under no load condition. കാരണം ഈ I0 എന്ന് പറയുന്നത് ഓൾമോസ്റ്റ് 1 to 2% ഓഫ് ലോഡ് കറണ്ട്. അപ്പോൾ അതുകൊണ്ട് I0 വളരെ കുറവായിരിക്കും. അതുകൊണ്ട് I0 മൂലമുള്ള കോപ്പർ ലോസ് വളരെ കുറവായിരിക്കും. സോ ആക്ച്വലി I0ൻ്റെ രണ്ട് കമ്പോണൻ്റാണ് IM ആൻഡ് IW. ഈവൻ ദോ IW ഈസ് യൂസ്ഡ് ടു ഫീഡ് ദ കോർ ലോസ് ആൻഡ് കോപ്പർ ലോസ് ഓഫ് ദ ട്രാൻസ്ഫോർമർ. പ്രാക്ടിക്കൽ കേസിൽ നമുക്ക് പറയാം ഇറ്റ് ഈസ് യൂസ്ഡ് ടു ഫീഡ് ദ എന്ത് ലോസ്, കോർ ലോസ് ഓഫ് ദ ട്രാൻസ്ഫോർമർ. എന്നാൽ കോപ്പർ ലോസ് ഈസ് നെഗ്ലിജിബിളി സ്മോൾ അണ്ടർ നോ ലോഡ് കണ്ടീഷൻ. കോപ്പർ ലോസ് ഈസ് നെഗ്ലിജിബിളി സ്മോൾ അണ്ടർ നോ ലോഡ് കണ്ടീഷൻ. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ I0ക്ക് രണ്ട് കമ്പോണൻ്റ് ഉണ്ട്, IM ആൻഡ് IW. IM is equal to I0 sin phi0 which is used to produce the flux in the core. IW is equal to I0 cos phi0 which is the working component which is used to feed the iron loss and copper loss. അപ്പോൾ കോപ്പർ ലോസിനെ നെഗ്ലക്റ്റ് ചെയ്യുകയാണെങ്കിൽ which is used to feed the neglect ചെയ്യുകയാണെങ്കിൽ which is used to feed the iron loss or core loss of the transformer core. Okay, so total input power under no load condition is equal to W0.
no load voltage V1 or V0, no load current I0, no load power factor cos phi 0, total no load input power W0. അപ്പോൾ W is total no load under no load condition input power is equal to total loss of the transformer, that means core loss of the transformer. W0 is equal to core loss of the transformer. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നോ ലോഡിൽ കൂടെ ഒരു കറണ്ട് ഫ്ലോ ചെയ്യും, പ്രൈമറി കൂടെ ഒരു കറണ്ട് ഫ്ലോ ചെയ്യും I0. അതിന് രണ്ട് കമ്പോണൻ്റ് ഉണ്ട്, IM ആൻഡ് IW. IM ഫ്ലക്സ് പ്രൊഡ്യൂസ് ചെയ്യാനാണ്, മറ്റേത് കോർ ലോസും കോപ്പർ ലോസും ഫീഡ് ചെയ്യാനാണ് IW. ഓക്കെ, IMൻ്റെ ഫംഗ്ഷൻ ഫ്ലക്സ് പ്രൊഡ്യൂസ് ചെയ്യാം, IWൻ്റെ ഫംഗ്ഷൻ വർക്ക് ചെയ്യുന്ന കമ്പോണൻ്റാണ്. അപ്പോൾ കോപ്പർ ലോസിനെയും കോർ ലോസിനെയും ഫീഡ് ചെയ്യുക എന്നുള്ളത്. കോപ്പർ ലോസ് വളരെ നെഗ്ലിജിബിളി സ്മോൾ ആയതുകൊണ്ട് നമുക്കത് അവോയ്ഡ് ചെയ്യാം. ആ സമയത്ത് അപ്പോൾ ഈ I0 IM ഒരു ഫ്ലക്സ് പ്രൊഡ്യൂസ് ചെയ്തു ഫൈ, ആ ഫൈ പ്രൈമറി വൈൻഡിങ്ങിനെയും സെക്കൻഡറി വൈൻഡിങ്ങിനെയും കട്ട് ചെയ്തു. Therefore a self induced EMF V1 is induced in the primary, a mutually induced EMF V2 is induced in the secondary. As there is no load under no load condition, നമ്മൾ നോ ലോഡ് കണ്ടീഷൻ ആദ്യം പറയണം കേട്ടോ. ഇന്നത്തെ ക്ലാസ് പറയാൻ പോകുന്ന ലോഡിംഗ് ആണെങ്കിൽ ഫസ്റ്റ് ഞാൻ നോ ലോഡാണ് പറയണത്. ഇപ്പോൾ അണ്ടർ നോ ലോഡ് കണ്ടീഷൻ ദർ ഈസ് നോ ലോഡ് ഈസ് കണക്റ്റഡ് അക്രോസ് ദ സെക്കൻഡറി. അങ്ങനെ പറയേണ്ട കാര്യമില്ല. നോ ലോഡ് കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ ലോഡില്ല, സെക്കൻഡറി ലോഡില്ല. സോ ദർ ഈസ് നോ ലോഡ് കറണ്ട് ത്രൂ ദ സെക്കൻഡറി. സോ E2 is equal to V2 under no load condition. E2 is equal to V2 under no load condition. Okay. E1 is equal to V1 എന്ന് പറയാം അണ്ടർ നോ ലോഡ് കണ്ടീഷൻ ഓൾസോ. എന്താ കാരണം? റെസിസ്റ്റൻസും ലീക്കേജ് റിയാക്റ്റൻസും ഒക്കെ ഉണ്ടെങ്കിലും അത് നെഗ്ലിജിബിളി സ്മോൾ ആണ്. കാരണം വോൾട്ടേജ് ഡ്രോപ്പ് ഈസ് ഡ്യൂ ടു I0 is very small. നമുക്ക് പറയാം E1 is equal to V1 and E2 is equal to V2 under no load condition also. E1 is equal to V1 and E2 is equal to V2 under no load condition also. സെക്കൻഡറിൽ നമുക്ക് ഉറപ്പിച്ച് പറയാം, 100% നമുക്ക് ഉറപ്പിച്ച് പറയാം E2 is equal to V2. അപ്പോൾ എന്താ പ്രൈമറിയിൽ ഉറപ്പിച്ച് പറയാൻ പറ്റായൊന്നുമില്ല, നമുക്ക് കാര്യങ്ങൾക്ക് വ്യക്തതയുണ്ട്. E1 is equal to V1 എന്ന് പറയുന്നത് ഓൾമോസ്റ്റ് ആണ്, എക്സാക്റ്റ് അല്ല. കാരണം പ്രൈമറിയിലൂടെ ഒരു കറണ്ട് ഫ്ലോ ചെയ്യുന്നുണ്ട് I0, അതുമൂലം ഒരു വോൾട്ടേജ് ഡ്രോപ്പ് ഉണ്ടാവുന്നുണ്ട്, റെസിസ്റ്റൻസ് ഉണ്ട്, ലീക്കേജ് റിയാക്റ്റൻസ് ഉണ്ട്. വി ആർ ഡിസ്കസിങ് അബൌട്ട് എ റിയൽ ട്രാൻസ്ഫോർമർ. പക്ഷേ ആ വോൾട്ടേജ് ഡ്രോപ്പ് ഈസ് നെഗ്ലിജിബിളി സ്മോൾ ആയതുകൊണ്ട് നമുക്ക് പറയാം അണ്ടർ നോ ലോഡ് കണ്ടീഷൻ ഇൻ എൻ ആക്ച്വൽ ട്രാൻസ്ഫോർമർ റെസിസ്റ്റൻസും ലീക്കേജ് റിയാക്റ്റൻസും ഒക്കെ ഉണ്ടെങ്കിൽ കൂടി E1 is equal to V1 ആണ്. ഇനി മറ്റോടത്താണെങ്കിൽ ധൈര്യമായിട്ട് പറയാം സെക്കൻഡറിയിൽ കറണ്ട് ഇല്ലാത്തതുകൊണ്ട് V2 is equal to V2 ആണ്. ഇത്രയാണ് നോ ലോഡ് കണ്ടീഷനിലുള്ള കാര്യങ്ങൾ. ഇത് ക്ലിയർ ആയിരിക്കണം കേട്ടോ. ഓക്കെ, അപ്പോൾ ലോഡിൽ സപ്ലൈ പ്രൈമറി കൊടുത്തു, അപ്പോൾ അതിലൂടെ ഒരു കറണ്ട് പാസ് ചെയ്തു I0. അതിന് രണ്ട് കമ്പോണൻറ്റ് IM IW. IM ഫ്ലക്സ് പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട്, IW ടോട്ടൽ ലോസിനെ ഫീഡ് ചെയ്യാനായിട്ട്. ടോട്ടൽ ലോസ് എന്ന് പറഞ്ഞാൽ കോർ ലോസ് ആൻഡ് കോപ്പർ ലോസ് ആണ്. പക്ഷേ കോപ്പർ ലോസ് കറണ്ട് മൂലമുള്ളതാണ്, അത് നോ ലോഡ് കറണ്ട് ഉണ്ടാക്കിയ കോപ്പർ ലോസ് ആണ്, അത് വളരെ കുറവാണ്. അപ്പോൾ അത് നെഗ്ലക്റ്റ് ചെയ്യാം. അപ്പോൾ ഈ IW എന്ന് പറയുന്നത് ടോട്ടൽ കോർ ലോസ് ഫീഡ് ചെയ്യാനായിട്ടുള്ള സംഭവമാണ്. ടോട്ടൽ ഇൻപുട്ട് പവർ ഈസ് ഈക്വൽ ടു കോർ ലോസ് ഇൻ അണ്ടർ നോ ലോഡ് കണ്ടീഷൻ. അപ്പോൾ ഈ IM പ്രൊഡ്യൂസ് ചെയ്ത ഫ്ലക്സ് φ2 പ്രൈമറിയിലും സെക്കൻഡറിയിലും കട്ട് ചെയ്തു. E1 ഉണ്ടായി, E2 ഉണ്ടായി. E1 സെൽഫ് ഇൻഡ്യൂസ്ഡ് EMF, E2 മ്യൂച്വൽ ഇൻഡ്യൂസ്ഡ് EMF. സെക്കൻഡറിയിൽ ലോഡ് കൊടുക്കാത്തതുകൊണ്ട് ലോഡ് കറണ്ട് ഇല്ല, അപ്പോൾ E2 is equal to V2. പ്രൈമറിയിൽ റെസിസ്റ്റൻസും ലീക്കേജ് റിയാക്റ്റൻസും ഉണ്ട്, കറണ്ടും ഉണ്ടെങ്കിൽ പോലും അത് നെഗ്ലിജിബിളി സ്മോൾ ആയതുകൊണ്ട് നമുക്ക് E1 is equal to V1. ഇനി ഞാൻ ലോഡ് കൊടുക്കാൻ പോവാം. ഇനി ശ്രദ്ധിക്കാൻ ലോഡ് കൊടുക്കാൻ പോവാം. When we give the load across the secondary, നോക്കൂ as in figure, secondary load impedance, E2 can circulate a current through ZL. E2 can circulate a current through ZL denoted as I2. അപ്പോൾ ഇപ്പോൾ ZL കൂടെ ഒരു കറണ്ട് ഫ്ലോ ചെയ്യാൻ പറ്റും, ZL കൂടെ ഒരു കറണ്ട് ഫ്ലോ ചെയ്യാൻ പറ്റും I2. അപ്പോൾ I2 is equal to E2 by ZL. I2 is equal to E2 by ZL. ഈ I2 മൂലം ഒരു ഫ്ലക്സ് പ്രൊഡ്യൂസ് ചെയ്യും φ2. This I2 can produce a flux φ2. This flux φ2 opposes the primary flux phi. Primary flux ഞാൻ പറയുന്നില്ല. This φ2 opposes the flux produced by primary current IM. I0ൻ്റെ ഒരു കമ്പോണൻ്റ് ആയിട്ടുള്ള IM പ്രൊഡ്യൂസ് ചെയ്ത ഫ്ലക്സാണ് ഫൈ. ആ ഫൈനെ ഒപ്പോസ് ചെയ്യും. ആരൊപ്പോസ് ചെയ്യും? ലോഡ് കൊടുത്തപ്പോൾ ഒരു ലോഡ് കറണ്ട് പുതുതായിട്ടുണ്ടായി, സെക്കൻഡറി കറണ്ട് I2. ദിസ് I2 കറണ്ട് ഉണ്ടായി കഴിഞ്ഞാൽ അപ്പോൾ അതൊരു ഫ്ലക്സ് ഡെവലപ്പ് ചെയ്യും φ2. ദിസ് φ2 ഫ്ലക്സ് എവിടെ ഉണ്ടാവുക? കോറിൽ. ഫ്ലക്സ് എവിടെ ഉണ്ടാവുക? എപ്പോഴും കോറിൽ. ദിസ് ഫ്ലക്സ് φ2 opposes the flux phi produced by IM, magnetizing component of the no load current I0. അപ്പോൾ IM പ്രൊഡ്യൂസ് ചെയ്ത ആ ഫ്ലക്സ് ഫൈനെ ഒപ്പോസ് ചെയ്യും. സോ റിസൾട്ടൻറ്റ് ഫ്ലക്സ് ഫൈ വിൽ ഡിക്രീസ്. സോ ഈ ഫ്ലക്സ് ഫൈ കട്ട് ചെയ്തിട്ടാണ് E1ഉം E2 ഉണ്ടായത്. അപ്പോൾ ആ E1 റെഡ്യൂസ് ചെയ്യും.
E1 reduce ചെയ്യുമ്പോൾ self-induced EMF E1 which opposes the applied voltage, which is nothing but the back EMF. അപ്പോൾ E1 is the back EMF which opposes the applied voltage. അപ്പോൾ ആ E1ൻ്റെ ശക്തി കുറഞ്ഞു. ബിക്കോസ് ഓഫ് ദ റിഡക്ഷൻ ഓഫ് ഫ്ലക്സ് ഇൻ ദ കോർ, ബാക്ക് EMFൻ്റെ ശക്തി കുറയുമ്പോൾ an additional current will flow through the primary I2 dash. An additional current will flow through the primary I2 dash. അതായത് ലോഡ് കമ്പോണൻ്റ് ഓഫ് പ്രൈമറി കറണ്ട്. ഇതെല്ലാം ഐഡിയൽ ട്രാൻസ്ഫോർമറിൽ സംഭവിക്കുന്ന കാര്യങ്ങളാട്ടോ, മനസ്സിലാക്കി പഠിക്കാം. An additional current will flow through the primary I2 dash. Now there are two currents flowing through the primary. ഏതൊക്കെയാ? നേരത്തെ നോ ലോഡിൽ ഉണ്ടായിരുന്ന I0, ഇപ്പോൾ ലോഡ് കൊടുത്തപ്പോൾ സെക്കൻഡറിയിൽ ഒരു കറണ്ട് ഉണ്ടായി. ഈ പറയുന്ന താമസമൊന്നും സെക്കൻഡറിയിൽ കറണ്ട് ഉണ്ടാകുന്ന അതേ നിമിഷം തന്നെ പ്രൈമറിയിൽ ഒരു അഡീഷണൽ കറണ്ട് ഉണ്ടാവും. അതിൻ്റെ റീസണാണ് ഞാൻ ഇങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്ത് പരത്തി കുറച്ച് വലുതാക്കി പറഞ്ഞത്. പക്ഷേ ഇതൊക്കെ വളരെ സ്പീഡിൽ സംഭവിക്കുന്ന കാര്യമാണ്. സെക്കൻഡറിൽ ലോഡ് കൊടുക്കുന്ന ആ ഇൻസ്റ്റൻറ്റിൽ തന്നെ സെക്കൻഡറിൽ ഒരു കറണ്ട് ഉണ്ടാവും, സെക്കൻഡറിൽ ഒരു ഫ്ലക്സ് ∅2 ഉണ്ടാവും. ആ ഫ്ലക്സ് ∅2 മറ്റേ ഫ്ലക്സ് ∅നെ ഒപ്പോസ് ചെയ്യും, റിസൾട്ടൻറ്റ് ഫ്ലക്സ് കുറയും, ബാക്ക് EMF കുറയും, അഡീഷണൽ കറണ്ട് I2 അവിടെ I2 ഡാഷ് പ്രൈമറിക്കൂടെ ഫ്ലോ ചെയ്യും. അപ്പോൾ പ്രൈമറിയിൽ ഉണ്ടാകുന്ന I2 ഡാഷും സെക്കൻഡറിൽ ഉണ്ടാകുന്ന I2 സൈമൾട്ടേനിയസ് ആയിട്ടാണ് ഉണ്ടാവുന്നത്. ഈ പറയുന്ന കാലതാമസമൊന്നും അവിടെ ഇല്ല. മനസ്സിലാവുണ്ടോ? അപ്പോൾ രണ്ടും ലോഡ് കൊടുത്തതിൻ്റെ ഫലമായിട്ട് സെക്കൻഡറിൽ ഒരു കറണ്ട് ഉണ്ടായി, പ്രൈമറിയിൽ ഒരു കറണ്ട് കൂടി. അപ്പോൾ I2ൻ്റെ ഫലമായിട്ടാണ് I2 ഡാഷ് ഉണ്ടായത്. അതുകൊണ്ടാണ് I2 ഡാഷ് എന്ന പേര് വരാൻ കാരണം. ലോഡ് കമ്പോണൻ്റ് ഓഫ് പ്രൈമറി, ലോഡിൻ്റെ ഒരു പ്രതിപുരുഷൻ ഇപ്പുറത്തുണ്ടായി. ലോഡ് കൊടുത്തതിൻ്റെ ഒരു സംഭവമായിട്ട്, ലോഡ് കൊടുത്തതിൻ്റെ ഒരു എഫക്റ്റായിട്ട് പ്രൈമറിയിലും ഒരു കറണ്ട് ഉണ്ടായി I2 ഡാഷ്. I2 and I2 dash are equal in magnitude. I2 and I2 dash are equal in magnitude but cannot cancel each other. Why? I2 is in secondary, I2 dash is in primary. How can they cancel each other? Cancel ചെയ്യാൻ പറ്റില്ല. രണ്ടും തമ്മിൽ there is no electrical connection between primary and secondary. ഒരേ വൈൻഡിങ്ങിലൂടെ ഒരേ മാഗ്നിറ്റ്യൂഡുള്ള രണ്ട് കറണ്ടുകൾ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ പോകുമായിരുന്നു, അത് ക്യാൻസൽ ചെയ്ത് പോകുമായിരുന്നു. പക്ഷേ I2 and I2 dash cannot cancel each other. I2 through secondary and I2 dash through primary, both of them have equal magnitude but cannot cancel each other. There is no common path for both. പക്ഷേ ഇപ്പോൾ ഈ I2 ഡാഷ് എന്ന് പറയുന്ന പുതിയതായിട്ടുള്ള കറണ്ട് ഉണ്ടായി. ഈ I2 ഡാഷ് ഒരു ഫ്ലക്സ് പ്രൊഡ്യൂസ് ചെയ്തു ∅2 ഡാഷ്. ഈ I2 ഡാഷ് ഒരു ഫ്ലക്സ് പ്രൊഡ്യൂസ് ചെയ്തു ∅2 ഡാഷ്. ഇപ്പോൾ ആകെ എത്ര ഫ്ലക്സ് ആയി? IM പ്രൊഡ്യൂസ് ചെയ്ത ഫ്ലക്സ്, നോ ലോഡിലത്തെ ഫ്ലക്സ് ∅ അവിടെയുണ്ട്. I2 പ്രൊഡ്യൂസ് ചെയ്ത ഫ്ലക്സ് ∅2 ഇപ്പോൾ പുതിയതായിട്ടുണ്ടായി. I2 ഡാഷ് പ്രൊഡ്യൂസ് ചെയ്ത ഫ്ലക്സ് ∅. അപ്പോൾ പുതിയതായിട്ട് രണ്ട് ഫ്ലക്സുകളുണ്ടായി, രണ്ട് കറണ്ട് ഉണ്ടായി. സെക്കൻഡറിയിലെ കറണ്ട് I2, അപ്പോൾ അതൊരു ഫ്ലക്സ് പ്രൊഡ്യൂസ് ചെയ്തു ∅2. പ്രൈമറിയിലൊരു കറണ്ട് I2 ഡാഷ്, അപ്പോൾ അതൊരു ഫ്ലക്സ് പ്രൊഡ്യൂസ് ചെയ്തു ∅2 ഡാഷ്. I2 ഡാഷ് ഈക്വൽ മാഗ്നിറ്റ്യൂഡാണ്, പക്ഷേ ക്യാൻസൽ ചെയ്ത് പോകില്ല, കാരണം അവ തമ്മിൽ കോമൺ ആയിട്ടുള്ളൊരു പാത്തില്ല. പക്ഷേ I2 ഡാഷ് പ്രൊഡ്യൂസ് ചെയ്ത ഫ്ലക്സ് ∅2 ഡാഷും I2 പ്രൊഡ്യൂസ് ചെയ്ത ഫ്ലക്സ് ∅യും ഒരേ കോറിലാണ് സംഭവിക്കുന്നത്. അത് ഈക്വൽ ഇൻ മാഗ്നിറ്റ്യൂഡാണ്, ഓപ്പോസിറ്റ് ഇൻ ഡയറക്ഷനാണ്. സോ ദ ക്യാൻസൽ ഈച്ച് അതർ. ∅2 and ∅2 ഡാഷ് ക്യാൻസലിംഗ് ഈച്ച് അതർ. ദ ഓൺലി ഫ്ലക്സ് റിമെയിൻ ഇൻ ദ കോർ ഈസ് ∅ പ്രൊഡ്യൂസ്ഡ് ബൈ IM അണ്ടർ നോ ലോഡ് കണ്ടീഷൻ. അപ്പോൾ നോ ലോഡ് കണ്ടീഷനിലുള്ള ഫ്ലക്സ് ∅ തന്നെ ഇപ്പോഴും കണ്ടിന്യൂ ചെയ്യും, അതിൽ ഡിക്രീസോ ഇൻക്രീസോ ഉണ്ടാവില്ല. അപ്പോൾ കുറേ ആളൊരു ടെൻഡൻസി കാണിച്ചാലും വീണ്ടും അത് ബാലൻസ് ചെയ്ത് ഫ്ലക്സ് ഇൻ ദ ട്രാൻസ്ഫോർമർ കോർ ഈസ് ആൾവേസ് കോൺസ്റ്റൻറ്റ്. അപ്പോൾ നോ ലോഡിൽ നിന്ന് ലോഡിലേക്ക് വരുമ്പോൾ കറണ്ട് കൂടുതലായിട്ടുണ്ടാവും, പക്ഷേ ഫ്ലക്സ് കൂടുതലായിട്ട് ഉണ്ടാവില്ല. കറണ്ടാണ് ഫ്ലക്സ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്, പക്ഷേ കറണ്ട് കൂടുതലായിട്ട് ഉണ്ടാവുന്നുണ്ട്. പക്ഷേ അതേ കറണ്ട് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഫ്ലക്സ് ∅2 ഉണ്ടാവുകയും അതേ നിമിഷം തന്നെ ക്യാൻസലായി പോകുന്നു. അപ്പോൾ അത് ഉണ്ടാവുന്ന ഒരു എഫക്റ്റ് അവിടെ ഉണ്ടാവുന്നില്ല. ഓക്കെ, അപ്പോൾ രണ്ട് കറണ്ടുകൾ പുതുതായിട്ടുണ്ടായി, രണ്ട് ഫ്ലക്സുകൾ പുതുതായിട്ടുണ്ടായി. ആ ഫ്ലക്സുകൾ ക്യാൻസൽ ചെയ്ത് പോയി. അപ്പോൾ നമുക്ക് ധൈര്യമായിട്ട് പറയാം, നോ ലോഡിലുള്ള അതേ ഫ്ലക്സ് തന്നെ ഫുൾ ലോഡിലോ അല്ലെങ്കിൽ ഏത് ലോഡിലും ഉള്ളൂ. പക്ഷേ നോ ലോഡിലുള്ള കറണ്ട് അല്ല ഫുൾ ലോഡിലുള്ളത്. ഇപ്പോൾ പ്രൈമറിയിൽ എത്ര കറണ്ട് ഉണ്ട്? രണ്ട് കറണ്ട്. ഏതൊക്കെയാണ്? I0 ആൻഡ് I2 ഡാഷ്. അതിനെ കമ്പൈൻ ചെയ്ത് പറയുന്നതാണ് I1 പ്രൈമറി കറണ്ട്. I1 is equal to I0 plus I2 ഡാഷ്. I2 dash ആണ് KI2. I2 dash can be found out by I2 dash is equal to K into I2. I2 dash is equal to K into I2. അപ്പോൾ I1 is equal to I0 plus I2 dash. I2 dash is equal to K into I2. ഓക്കെ, ഇത്രയും പറഞ്ഞ കാര്യങ്ങളാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. ഇനി അടുത്ത പറയാനുള്ള കാര്യം, നോ ലോഡ് കണ്ടീഷനിൽ E1 is equal to V1 ആൻഡ് E2 is equal to V2 ആയിരിക്കും. പക്ഷേ ലോഡിംഗ് കണ്ടീഷനിൽ അങ്ങനെയല്ല. പ്രൈമറി കറണ്ട് നെഗ്ലിജിബിളി സ്മോൾ അല്ല, സെക്കൻഡറിയിലും കറണ്ട് നെഗ്ലിജിബിളി സ്മോൾ അല്ല. സെക്കൻഡറിയിലെ കറണ്ട് ഉണ്ട് I2, അപ്പോൾ E2 is not equal to V2. E2 minus I2 Z2 is equal to V2. ശ്രദ്ധിക്കുക, E2 minus I2 Z2 is equal to V2. E2 minus I2 ഇവിടെ ശ്രദ്ധിക്കാട്ടോ. E2 minus I2 Z2 ഏറ്റവും അടിയിലേക്ക് ശ്രദ്ധിക്കുക. ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുള്ളതാണ് കേട്ടോ. E2 minus I2 Z2 is equal to V2. Z2 എന്ന് പറഞ്ഞാൽ എന്താ? R2 plus JX2. Z2 എന്ന് പറഞ്ഞാൽ R2 plus JX2. ഓക്കെ,
അപ്പോൾ E2 minus I2 Z2 is equal to V2, which is equal to E2 minus I2 into R2 plus JX2. R2 means secondary resistance, X2 means secondary reactance. അപ്പോൾ E2 V2 ഈക്വൽ അല്ല. നോ ലോഡ് കണ്ടീഷനാണെങ്കിൽ E2 is equal to V2. അപ്പോൾ I2 വന്നപ്പോൾ വോൾട്ടേജ് ഡ്രോപ്പ് ഉണ്ടായി. അപ്പോൾ വോൾട്ടേജ് ഡ്രോപ്പ് ഇൻ സെക്കൻഡറി ആണ് I2 Z2. അപ്പോൾ E2 നോട്ട് ഈക്വൽ ടു V2. അത് വളരെ പ്രധാനപ്പെട്ട വ്യത്യാസമാണ്. അടുത്തത് എന്താ? V1 is equal to അതായത് നമ്മൾ കൊടുക്കുന്നതാണ് V1 മൈനസ് I1 Z1 is equal to E1. V1ൽ നിന്ന് വോൾട്ടേജ് ഡ്രോപ്പ് കഴിച്ചിട്ടാണ് ബാക്കി അവിടെ E1 ഉണ്ടാവുക. V2 is less than E2. ആദ്യം V1ൽ നിന്ന് E1 ഉണ്ടായി. അപ്പോൾ V1നേക്കാൾ കുറവേ E1 ഉള്ളൂ, പിന്നെ E2വിനേക്കാൾ കുറവേ V2 ഉള്ളൂ. ഒരേ പ്രാസത്തിൽ പഠിച്ചു പോകരുത്. ആദ്യം V1 കൊടുക്കുന്നു, അപ്പോൾ അതിനനുസരിച്ച് E1 ഉണ്ടാകുന്നു. സോ E1 ഈസ് ലെസ് ദാൻ V1. എത്ര ഉണ്ട് വ്യത്യാസമുണ്ട്? പ്രൈമറിയിലത്തെ വോൾട്ടേജ് ഡ്രോപ്പ്. അപ്പോൾ V1 മൈനസ് വോൾട്ടേജ് ഡ്രോപ്പ് ഇൻ പ്രൈമറി ഇസ് ഈക്വൽ ടു E1. അതായത് V1 മൈനസ് I1 Z1 ഇസ് ഈക്വൽ ടു E1. V1 മൈനസ് മനസ്സിലാക്കി പഠിക്കുമ്പോൾ അങ്ങനെ പഠിക്കാം. V1 മൈനസ് I1 Z1. I1 Z എന്ന് പറഞ്ഞാൽ I1 ഇൻറ്റു R1 പ്ലസ് JX1. അത് പ്രൈമറിയിലെ റെസിസ്റ്റൻസ് ഉണ്ട്, പ്രൈമറിയിലെ റിയാക്റ്റൻസ് ഉണ്ട്. ദെയർഫോർ പ്രൈമറി വോൾട്ടേജ് ഡ്രോപ്പ് ആണ് I1 Z1. Z1 മീൻസ് ഇമ്പിഡൻസ് ആണ്, പ്രൈമറി ഇമ്പിഡൻസ്. I1 Z1 is equal to V1 minus I1 Z1 is equal to V1 minus I1 Z1 is equal to E1 അല്ലേ? അതായത് V1 is equal to E1 plus I1 Z1 എന്ന് എഴുതിയത് മാത്രം. അപ്പോൾ എപ്പോഴും V1 കൂടുതൽ E1 കുറവ്, E2 കൂടുതൽ V2 കുറവ്. V2 എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ദ വോൾട്ടേജ് ഡെവലപ്ഡ് അക്രോസ് ദ ലോഡ്. ഇറ്റ് ഈസ് ദ വോൾട്ടേജ് ഡെവലപ്ഡ് അക്രോസ് ദ ലോഡ്. സംടൈംസ് ഇറ്റ് ഈസ് കോൾഡ് ആസ് ടെർമിനൽ വോൾട്ടേജ്. സംടൈംസ് ഇറ്റ് ഈസ് കോൾഡ് ആസ് ടെർമിനൽ വോൾട്ടേജ്. അപ്പോൾ E1 പ്ലസ് I1 Z1 is equal to V1 എങ്ങനെ കിട്ടിയ മനസ്സിലാക്കി പഠിക്കാം. V1 മൈനസ് I1 Z1 is equal to E1. That is E1 plus I1 Z1 is equal to V1 is equal to E1 plus I1 into Z1 പകരം എന്ത് കൊടുക്കുക? R1 plus JX1. Z1 പകരം എന്താ കൊടുക്കുക? R1 plus JX1. അപ്പോൾ V1 is equal to E1 plus I1 Z1 is equal to E1 plus I1 into R1 plus JX1. അപ്പോൾ നമുക്ക് പ്രൈമറി വോൾട്ടേജ് കിട്ടി. പിന്നെ എന്താ അതിൻ്റെ അടിയിലത്തെ സ്റ്റെപ്പിൽ സ്ട്രിക്ട്ലി സ്പീക്കിംഗ് എഴുതിയേക്കുന്നത്? V1 is equal to മൈനസ് E1. എന്താ കാരണം? E1 is the self induced EMF in the primary which always opposes the applied voltage. ആ ഒപ്പോസിഷൻ സാറ്റിസ്ഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് V1 is equal to മൈനസ് E1. അക്കോർഡിംഗ് ടു നമ്മൾ പഠിച്ചിട്ട് ബാക്ക് EMF പോലെ ആക്ട് ചെയ്യുന്നു എന്ന് ഞാൻ ഇപ്പോൾ തിയറി എക്സ്പ്ലെയിൻ ചെയ്തപ്പോൾ പറഞ്ഞു അല്ലേ? അതുകൊണ്ടാണ് അഡീഷണൽ ഒരു കറണ്ട് ലോഡ് കൊടുത്തപ്പോൾ എവിടെ ഉണ്ടായത്? പ്രൈമറിയിൽ ഉണ്ടായത്. അപ്പോൾ സ്ട്രിക്ട്ലി സ്പീക്കിംഗ് മീൻസ് E1 ആൾവേസ് ഒപ്പോസസ് V1 എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് V1 is equal to മൈനസ് E1 പ്ലസ് I1 Z1. അപ്പോൾ നോ ലോഡ് കണ്ടീഷനിൽ നിന്ന് ലോഡ് കണ്ടീഷനുള്ള പ്രധാനപ്പെട്ട വ്യത്യാസം ഈ പറഞ്ഞ രണ്ട് കാര്യങ്ങളാണ്. ബാക്കിയെല്ലാം ഓൾമോസ്റ്റ് കോൺസ്റ്റൻ്റ് ആണ്. അത് D1 is equal to V1, E2 is equal to V2 അല്ല. അതായത് V1 മൈനസ് I1 Z1 is equal to E1 or E1 പ്ലസ് I1 Z1 is equal to V1. E1 ഉം V1 ഉം പരസ്പരം ഒപ്പോസ് ചെയ്തുകൊണ്ട് ദാറ്റ് ഒപ്പോസിഷൻ ക്യാൻ ബി സാറ്റിസ്ഫൈഡ് ബൈ എ മൈനസ് സൈൻ. V1 is equal to മൈനസ് E1 പ്ലസ് I1 Z1. കാരണം സെൽഫ് ഇൻഡ്യൂസ്ഡ് EMF ബാക്ക് EMF ആണ്, അത് സപ്ലൈ വോൾട്ടേജ് ഒപ്പോസ് ചെയ്യുന്നു എന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞു. ഇനി നമുക്ക് എന്താണ് ഈ രണ്ട് ഡയഗ്രാം ഇവിടെ കാണിച്ചിരിക്കുന്നത്? ഈ രണ്ട് ഡയഗ്രാം കാണുമ്പോൾ ആരും പേടിക്കണ്ട. അതായത് എന്താണ് രണ്ട് ഡയഗ്രത്തിൻ്റെ കാര്യത്തിലേക്ക് കിടക്കുന്നതിന് മുമ്പ് ഞാൻ ലോഡ് കൊടുത്തപ്പോൾ പ്രൈമറി നോ ലോഡ് കണ്ടീഷനിലുള്ള വ്യത്യാസമാണ് കേട്ടോ പറയണേ. ലോഡ് കൊടുത്തപ്പോഴാണ് അഡീഷണൽ ആയിട്ടൊരു കറണ്ട് I2 സെക്കൻഡറിൽ ഉണ്ടായത്. I2 അഡീഷണൽ ആയിട്ടല്ല, പുതുതായിട്ടൊരു കറണ്ട് സെക്കൻഡറിൽ ഉണ്ടായത്. നോ ലോഡിൽ I2 ഉണ്ടായിരുന്നില്ല. പക്ഷേ I2 ഈസ് ഇൻ ഫേസ് വിത്ത് V2 ആകാം, ലാഗ് V2 ആകാം, ലീഡ് V2 ആകാം. ഇറ്റ് ഡിപ്പെൻഡ്സ് അപ്പോൺ ദ ലോഡ്. നമ്മൾ ഏത് ടൈപ്പ് ലോഡാണ് നോക്കണേ? AC-യിൽ 3 തരം ലോഡുണ്ട്: റെസിസ്റ്റീവ് ലോഡ്, ഇൻഡക്റ്റീവ് ലോഡ്, കപ്പാസിറ്റീവ് ലോഡ്. നമ്മുടെ ഇൻകാൻഡസൻ ലാമ്പ്, റിയോസ്റ്റാറ്റ്, ഹീറ്റർ, ഹോട്ട് പ്ലേറ്റ് അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ റെസിസ്റ്റീവ് ലോഡാണ്. ഇൻ വിച്ച് വോൾട്ടേജും കറണ്ടും ഒരേ സമയമാണ് ഫ്ലോ ചെയ്യുന്നത്. വോൾട്ടേജ് ആൻഡ് കറണ്ട് ആർ ഇൻ ഫേസ് വിത്ത് ഈച്ച് അതർ ഇൻ എ റെസിസ്റ്റീവ് ലോഡ്. നമ്മുടെ വീടുകളിൽ ഉപയോഗിക്കുന്ന 80% ഹോം അപ്ലയൻസസ്, നമ്മുടെ ഫാന്, മിക്സി, മോട്ടർ, ഇങ്ങനത്തെ സംഭവങ്ങൾ ഇതെല്ലാം ഇൻഡക്റ്റീവ് ലോഡാണ്. അവിടെ കറണ്ട് ലാഗ് ചെയ്യാണ്. വോൾട്ടേജ് പോയി കഴിഞ്ഞ് കുറച്ച് ടൈം കഴിഞ്ഞിട്ടാണ്, മാഗ്നിറ്റ്യൂഡിലല്ല കേട്ടോ കമ്പാരിസൺ നടക്കണേ. ടൈമിങ്, വോൾട്ടേജും കറണ്ടും ഒരേ സമയം പോകുന്നതാണ് റെസിസ്റ്റീവ് ലോഡ്. ടൈമിലുള്ള വ്യത്യാസം. നമ്മുടെ വോൾട്ടേജിൻ്റെ മാഗ്നിറ്റ്യൂഡും കറണ്ടിൻ്റെ മാഗ്നിറ്റ്യൂഡും വി കനോട്ട് കമ്പയർ. വോൾട്ടേജ് പറഞ്ഞാൽ 230 വോൾട്ട്, 450 വോൾട്ട്, കറണ്ട് 1 ആമ്പിയർ, 2 ആമ്പിയർ. ഒരിക്കലും വോൾട്ടേജും കറണ്ടും തമ്മിൽ കമ്പാരിസൺ പറയുമ്പോൾ മാഗ്നിറ്റ്യൂഡ് അല്ല കേട്ടോ, മാഗ്നിറ്റ്യൂഡിൻ്റെ കമ്പാരിസൺ അല്ല, അങ്ങനെ ധരിക്കരുതാരും. അപ്പോൾ വോൾട്ടേജും കറണ്ടും ഇൻ ഫേസ് വിത്ത് ഈച്ച് അതർ ഒരേ ടൈമിൽ പോകുന്നതാണെങ്കിൽ റെസിസ്റ്റീവ് ലോഡ്. കറണ്ട് ലാഗ്സ് ദ വോൾട്ടേജ്, അതായത് കറണ്ട് വോൾട്ടേജ് പോയി കഴിഞ്ഞാൽ കുറച്ച് ടൈം കഴിഞ്ഞിട്ട് കറണ്ട് പോകണം വെച്ചാൽ ഇൻഡക്റ്റീവ് ലോഡ്.
കറണ്ട് ലീഡ്സ് ദ വോൾട്ടേജ്. കപ്പാസിറ്റീവ് സർക്യൂട്ട് ആണെങ്കിൽ കപ്പാസിറ്ററുകളൊക്കെ മോട്ടറിലൊക്കെ കപ്പാസിറ്റർ കണ്ടിട്ടില്ലേ, ഫാനിൻ്റെ കപ്പാസിറ്ററിലൊക്കെ കണ്ടിട്ടില്ലേ. അപ്പോൾ അതാണെങ്കിൽ കപ്പാസിറ്റർ ആണെങ്കിൽ കറണ്ട് ലീഡ്സ് ദ വോൾട്ടേജ്. ഇൻഡക്ടറിലാണെങ്കിൽ കറണ്ട് ലാഗ്സ് ദ വോൾട്ടേജ്. റെസിസ്റ്ററിലാണെങ്കിൽ കറണ്ട് ഈസ് ഇൻ ഫേസ് വിത്ത് ദ വോൾട്ടേജ്. അപ്പോൾ നമ്മൾ കൊടുക്കുന്ന ലോഡ്, അപ്പോൾ നമ്മുടെ വീടുകളിലൊക്കെ ബഹുഭൂരിപക്ഷം ലോഡ് ഇൻഡക്റ്റീവ് ലോഡായിരിക്കും. മനസ്സിലാവുണ്ടോ? അപ്പോൾ 2 എക്സാമ്പിൾ ഇവിടെ വരച്ചിട്ടുണ്ട്. കണ്ട, റെസിസ്റ്റീവ് ലോഡ്, ഇൻഡക്റ്റീവ് ലോഡ്. ഫസ്റ്റ് വൺ ഫേസർ ഡയഗ്രാം ഫോർ ഇൻഡക്റ്റീവ് ലോഡ്. ലോഡ് ചെയ്യുമ്പോൾ ഈ പറഞ്ഞ തിയറി, ഈ ഫേസർ ഡയഗ്രാം എന്ന് പറയുന്ന സംഭവം എന്താണെന്ന് അറിയുമോ? ഞാൻ ഈ പറഞ്ഞ തിയറി എക്സ്പ്ലനേഷൻ ആയില്ല. അതായത് പ്രൈമറിയിൽ ഒരു കറണ്ട് ഉണ്ട് I1 2 കമ്പോണൻ്റ് ഉണ്ട്. നോ ലോഡിൽ പ്രൈമറിക്ക് നോ ലോഡ് കറണ്ടാണ് I0. ലോഡ് കൊടുത്തേപ്പോൾ നോക്കിയാൽ ആദ്യം ഇൻഡക്റ്റീവ് ലോഡ് നോക്കിയാൽ നിങ്ങൾ ആദ്യം ഇൻഡക്റ്റീവ് ലോഡ് നോക്കിട്ടോ ഫേസർ ഡയഗ്രാം. അതായത് ടോട്ടൽ പ്രൈമറി കറണ്ട് ഏതാ? I1. നോ ലോഡിലുള്ള കറണ്ട് ഏതാ? I0. ലോഡ് കൊടുത്തപ്പോൾ അഡീഷണൽ ആയിട്ട് പ്രൈമറിയിൽ ഒരു കറണ്ട് ഉണ്ടായി I2'. ഈ I0 പ്ലസ് I2' ആണ്. അതായത് പ്ലസ് എന്ന് വെച്ചാൽ എന്ത് സമ്മ? ഫേസർ സം. I1 ഈസ് ദ ഫേസർ സം ഓഫ് I0 ആൻഡ് I2'. കണ്ടു? I1 ഈസ് ദ ഫേസർ സം ഓഫ് I0 ആൻഡ് I2'. അങ്ങനെയാണ് അത് കിട്ടിയത്. അപ്പോൾ I0യും I2' കൂടി ചേരുമ്പോൾ I0 പ്ലസ് I2'. അരിത്മെറ്റിക് സം അല്ല, ഫേസർ സം. I1 ഈസ് ദ ഫേസർ സം ഓഫ് I0 ആൻഡ് I2'. ഇനി ബാക്കി I0 എന്താ പറയുക? I0ക്ക് 2 കമ്പോണൻ്റ് ഉണ്ട്. ഏതൊക്കെയാണ്? IM and IW. അത് നമ്മൾ ഏതിൽ കാണിച്ചിട്ടുണ്ട്? നോ ലോഡിൽ കാണിച്ചിട്ടുണ്ട്. ഇപ്പോൾ അതിനേക്കാൾ പ്രസക്തമായിട്ടുള്ള കാര്യങ്ങളാണ് ഇവിടെ കാണിക്കുന്നത്. അവിടെ അത് എല്ലാം കൂടി ഒരുമിച്ച് കാണിക്കേണ്ട വെച്ചിട്ടാണ്. I0ക്ക് 2 കമ്പോണൻ്റ് ഉണ്ട്, IM and IW. അതെല്ലാം അവിടെ കിടക്കട്ടെ, അതൊക്കെ അങ്ങനെയുണ്ട്. അപ്പോൾ I1 2 കമ്പോണൻ്റ് ഉണ്ട്, I0 and I2'. I1 ഈസ് ദ ഫേസർ സം ഓഫ് I0 and I2'. I1 lags V1 by an angle ∅1. I1 lags V1 by an angle ∅1. കണ്ടോ? I1 lags V1 by an angle ∅1. രണ്ടിലും നോക്കൂ. I1 lags, ഇതൊക്കെ കോമൺ ആണ് രണ്ടിലും. I1 lags V1 by an angle ∅1. പിന്നെ നോക്കൂ, V1 is equal to E1 plus I1 R1 plus I1 X1. ആദ്യത്തെ ഫിഗറിൽ അതായത് V1 is equal to E1 plus I1 Z1. സ്ട്രിക്ട്ലി സ്പീക്കിംഗ് അത് മൈനസ് E1, കാരണം E1 ഒപ്പോസസ് അപ്ലൈഡ് വോൾട്ടേജ് V1 എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് V1 is equal to മൈനസ് E1 പ്ലസ് ആ ഫേസർ ഡയഗ്രാം പോലെ നോക്കാം. I1 R1 പ്ലസ് I1 X1 ആണ് V1. ഈ I1 R1 വരയ്ക്കുമ്പോൾ I1 R1 ഈസ് പാരലൽ ടു I1 കേട്ടോ. I1 R1 വരയ്ക്കുമ്പോൾ പാരലൽ ടു I1 ആയിട്ട് വരയ്ക്കണം. ഇനി I1 R1 90 ഡിഗ്രിയാണ് I1 X1, കാരണം റെസിസ്റ്റൻസും റിയാക്റ്റൻസും തമ്മിലുള്ള ആ ആംഗിൾ ഡിഫറൻസ് 90 ഡിഗ്രി ആയിട്ട് വേണം വരയ്ക്കാൻ. അളവെടുത്ത് വരയ്ക്കേണ്ട, ഏകദേശം ഫ്രീ ഹാൻഡ് ആയിട്ട് തന്നെ വരച്ചാൽ മതി. വരയ്ക്കുമ്പോൾ അങ്ങനെ തോന്നണം. അപ്പോൾ I1 R1 ഈസ് ഇൻ ഫേസ് വിത്ത് I2. അപ്പോൾ I1 R1 ഈസ് പാരലൽ ടു I2 ആയിട്ട് വരയ്ക്കാം. ആംഗിൾ ബിറ്റ്വീൻ I1 R1 ആൻഡ് I1 X1 90 ഡിഗ്രിയാണ്. ഞാൻ ഇൻഡക്റ്റീവ് ലോഡാണ് പറയണേ. ഇതേപോലെ തന്നെ മറ്റോടത്തും റെസിസ്റ്റീവ് ലോഡിലും. അപ്പോൾ അവിടെയും കാര്യങ്ങളൊക്കെ ഒരേപോലെ തന്നെ. പിന്നെ എന്താണ് റെസിസ്റ്റീവ് ലോഡ് ഇൻഡക്റ്റീവ് ലോഡ് തമ്മിലുള്ള വ്യത്യാസം പറഞ്ഞു വരാം. താഴത്തേക്ക് ഭാഗം നോക്കൂ. ഈ ഫേസർ ഡയഗ്രത്തിൽ തന്നെ ആദ്യം ഇൻഡക്റ്റീവ് ലോഡിലേക്ക് നോക്കൂ. I2' ആൻഡ് I2 ഹാവ് ഈക്വൽ ഇൻ മാഗ്നിറ്റ്യൂഡ് ബട്ട് ഓപ്പോസിറ്റ് ഡയറക്ഷൻ ഞാൻ പറഞ്ഞു. I2 എവിടെ ഉണ്ടാവണേ? സെക്കൻഡറിയിൽ. I2' എവിടെ ഉണ്ടാവണേ? പ്രൈമറിയിൽ. നോക്കിയാൽ അത് 180 ഡിഗ്രി ഔട്ട് ഓഫ് ഫേസ് ആണ്. രണ്ട് ഡയഗ്രത്തിൽ നോക്കിയേ, I2' ഫസ്റ്റ് ക്വാർട്ടറിലും I2 തേർഡ് ക്വാർട്ടറിലായിട്ട് കിടക്കണേ. അത് 180 ഡിഗ്രി ഔട്ട് ഓഫ് ഫേസ് ആണ്. I2' ഉണ്ടാവുന്നത് പ്രൈമറിയിലാണ്, I2 ഉണ്ടാവുന്നത് സെക്കൻഡറിയിലാണ്. എപ്പോഴാണ് ഉണ്ടാവുന്നത്? ലോഡ് കൊടുക്കുന്ന സമയത്ത്. ഇനി I2, ഇനി ഇവിടെയാണ് ഇതുവരെ പറഞ്ഞ കാര്യങ്ങളൊക്കെ കോമൺ ആണ്. ഇനി പറയുന്ന കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കൂ. I2 lags V2 by an angle ∅2 because here there is an inductive load. Inductive load വരുമ്പോൾ I2 lag ചെയ്യും. Vectors are rotating in which direction? Anti-clockwise direction. So I2 lags V2 by an angle ∅2. ഇപ്പോൾ തന്നെ റെസിസ്റ്റീവ് ലോഡിൽ നോക്കൂ. I2 is in phase with V2. വ്യത്യാസം കണ്ടോ? ഒന്നാമത്തേൽ I2 lags V2. ഇൻഡക്റ്റീവ് ലോഡിൽ കറണ്ട് ലാഗ് ചെയ്യും, റെസിസ്റ്റീവ് ലോഡിൽ കറണ്ടും വോൾട്ടേജും ഇൻ ഫേസ് ആണ്. അപ്പോൾ ഇൻഡക്റ്റീവ് ലോഡിൽ I2 lags V2 by an angle ∅2. ഫേസർ ഡയഗ്രാം ഫോർ റെസിസ്റ്റീവ് ലോഡിൽ I2 ഈസ് ഇൻ ഫേസ് വിത്ത് V2. പിന്നെ അടുത്ത വ്യത്യാസം എന്താ? അതായത് E2 പ്ലസ് അല്ല V2 പ്ലസ് I2R2 പ്ലസ് I2X2 അല്ലേ? V2 അതായത് E2 മൈനസ് I2R2, E2 മൈനസ് വോൾട്ടേജ് ഡ്രോപ്പ് ഈസ് ഈക്വൽ ടു V2 ഓർ V2 പ്ലസ് I2R2 പ്ലസ് I2X2. നോക്കൂ, രണ്ട് ഫിഗറിൽ നോക്കൂ. V2 എന്ന് തുടങ്ങുക. V2 പ്ലസ് മനസ്സിലാക്കി പഠിച്ചാലേ ഫേസർ ഡയഗ്രാം കിട്ടുള്ളൂ കേട്ടോ. V2 പ്ലസ് I2R2 പ്ലസ് I2X2 ഈസ് ഈക്വൽ ടു E2. നോക്കൂ, രണ്ട് സ്ഥലത്തും V2 പ്ലസ് I2R2 പ്ലസ് I2X2 ഈസ് ഈക്വൽ ടു E2. അപ്പോൾ I2R2 I2X2 തമ്മിൽ കോമ്പിനേഷനാണ് ആ ഡോട്ടർ ലൈനോടെ കാണിച്ചിരിക്കുന്നത്. I2Z2 എന്ന് പറയാം അല്ലേ? I2R2 പ്ലസ് I2X2 ഈസ് ഈക്വൽ ടു I2Z2. അപ്പോൾ V2 ൽ നിന്ന് V2 പ്ലസ് I2Z2 ഈസ് ഈക്വൽ ടു E2.
V2 plus രണ്ടിലേക്ക് നോക്കുക V2 plus I2R2 plus I2X2 is equal to E2 or V2 plus I2Z2 is equal to ആ ഡോട്ടഡ് ലൈൻ. അപ്പോൾ I2R2 plus I2X2 എന്ന് പറയുന്നതാണ് എന്ത് I2Z2 is equal to E2. തൊട്ട് മുകളിലും ഇതേപോലെ ഉണ്ട്. എന്താണ് V1 is equal to E1 plus I1R1 plus I1X1 അല്ലെങ്കിൽ മൈനസ് E1 plus I1R1 plus I1X1 അതായത് മൈനസ് E1 plus I1Z1 is equal to V1 ആ ഡോട്ടഡ് ലൈൻ. അപ്പോൾ I1R1 plus I1X1 ആണ് I1Z1 പ്രൈമറി വോൾട്ടേജ് ഡ്രോപ്പ്. മൈനസ് E1 plus I1R1 plus I1X1 is equal to I1Z1. മൈനസ് E1 plus I1R1 plus I1X1 is equal to V1. അപ്പോൾ I1R1 plus I1X1 is equal to I1Z1. I2R2 plus I2X2 is equal to I2Z2. I2 and I2 dash are equal in magnitude, opposite in direction. I1 lags V1 by an angle phi1. I2 lags V2 by an angle phi2 when inductive load. പക്ഷേ റെസിസ്റ്റീവ് ലോഡ് ആകുമ്പോൾ I2 is in phase with V2. മനസ്സിലാക്കി പഠിച്ചു കഴിഞ്ഞാൽ വളരെ സിമ്പിളാണ്. മനസ്സിലാക്കാണ്ട് പഠിച്ചു കഴിഞ്ഞാൽ ഒന്നും മനസ്സിലാവില്ല. അപ്പോൾ പ്രൈമറി വോൾട്ടേജ് ഡ്രോപ്പ് I1Z1, സെക്കൻഡറി വോൾട്ടേജ് ഡ്രോപ്പ് I2Z2. നോ ലോഡ് കണ്ടീഷനിൽ ഈ വക പ്രകടിയൊന്നുമില്ല. E1 is equal to V1, E2 is equal to V2. ഈ അഡീഷണൽ സംഭവങ്ങളൊന്നും വന്നിരുന്നില്ല. ഇവിടെ അങ്ങനെയല്ല. E1 plus I1R1 plus I1X1 is equal to V1. V2 plus I2R2 plus I2X2 is equal to E2. അപ്പോൾ I2R2 plus I2X2 I2Z2 എന്ന് പറയും. I1R1 plus I1X1 I1Z1 എന്ന് പറയും. ഒന്നാമത്തേൽ E1 സപ്ലൈ വോൾട്ടേജിന് ഓപ്പോസിറ്റ് ചെയ്തുകൊണ്ട് അവിടെ ഒരു മൈനസ് സൈൻ കൊടുക്കും. അപ്പോൾ എല്ലാം ഒരുപോലെ അല്ല. ഒരു 90% രണ്ട് ഡയഗ്രങ്ങൾ ഒരുപോലെയാണ്. രണ്ടും എൻ്റയർലി ഡിഫറൻ്റ് അല്ല. മനസ്സിലാക്കി കാര്യങ്ങൾ പഠിക്കാം. അപ്പോൾ നോ ലോഡ് കണ്ടീഷനിൽ ഒന്നുകൂടി ഞാൻ പറയാം. I0ക്ക് രണ്ട് ഫാക്ടർ ഉണ്ട്, IM ആൻഡ് IW. അതവിടെ കാണിച്ചില്ല. IM ആണ് ഫ്ലക്സ് ഫൈ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഈ ടോപ്പിക്ക് പഠിക്കുമ്പോഴല്ലോ ആദ്യം പഠിക്കേണ്ടത് ഐഡിയൽ ട്രാൻസ്ഫോർമർ ഓൺ നോ ലോഡ്, പിന്നെ റിയൽ ട്രാൻസ്ഫോർമർ ഓൺ നോ ലോഡ്, പിന്നെ ഐഡിയൽ ട്രാൻസ്ഫോർമർ ഓൺ ലോഡ്, പിന്നെ റിയൽ ട്രാൻസ്ഫോർമർ ഓൺ ലോഡ്. ഈ 4 ടോപ്പിക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഫേസർ ഡയഗ്രം വെച്ച് വളരെ വ്യക്തമായിട്ട് ഞാൻ ക്ലാസ്സിൽ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. നിർബന്ധമായിട്ട് നിങ്ങൾ ഈ വീഡിയോ കണ്ട് വീണ്ടും ആവർത്തി കണ്ട് മനസ്സിലാക്കുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ലൈവ് ക്ലാസ്സിൽ ഇത് ക്ലിയർ ചെയ്യാം. ഓക്കെ, ഏതൊക്കെ 4 ടോപ്പിക്ക്? ഐഡിയൽ ട്രാൻസ്ഫോർമർ ഓൺ നോ ലോഡ്, റിയൽ ട്രാൻസ്ഫോർമർ ഓൺ നോ ലോഡ്, then ideal transformer on load, real transformer on load. ഒരു പ്രാവശ്യം വായിച്ച് നോക്കിക്കഴിഞ്ഞാൽ ചിലപ്പോൾ മനസ്സിലാവില്ല. നല്ലപോലെ വായിച്ചു നോക്കണം. വെരി ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കാണ്. എന്തൊക്കെയോ കുറേ പറഞ്ഞു ഒന്നും പറയരുത്. ഇതിലുള്ള എല്ലാ പോയിൻറ്റും ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഒരു പോയിന്റ് പോലും ഞാൻ വിട്ടുപോയിട്ടില്ല. ഓക്കെ, എക്സ്പ്ലെയിൻ ചെയ്തിരിക്കുകയാണ്. വെറുതെ ഇത് വായിച്ച് നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്കൊന്ന് മനസ്സിലാവില്ല. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ശ്രദ്ധിക്കാൻ വേണ്ടിയിട്ടാണ് ഡെലിബറേറ്റ്ലി ഞാൻ ആ ഫേസർ ഡയഗ്രത്തിൻ്റെ പാർട്ട് എടുത്തിട്ട് എക്സ്പ്ലെയിൻ ചെയ്തത്. ഓക്കെ, മനസ്സിലാക്കി പഠിക്കുക. ഇത് മുഴുവൻ ബൈഹാർട്ട് പഠിക്കാൻ നിൽക്കരുത്. ഞാൻ പറയുന്ന വീഡിയോ കേട്ടിട്ട് മനസ്സിലാക്കിയിട്ട് ഇത് വായിച്ചു നോക്കുക. ഓക്കെ, ക്ലിയർ?